വർക്ക് ആൻഡ് ടൈമിലെ ലാസ്റ്റ് ക്ലാസ്സാണ്, 6ാമത്തെ ഭാഗമാണ്. ആദ്യത്തെ 5 ഭാഗം കാണാത്തവർ അത് കണ്ടതിന് ശേഷം മാത്രം കാണാൻ ശ്രമിക്കുക, കാരണം എല്ലാ ഭാഗവും കണ്ടിന്യൂഷൻ ആയിട്ടാണ് വരുന്നത്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, 12 പേർ 15 ദിവസം കൊണ്ട് 48 കളിപ്പാട്ടം നിർമ്മിക്കുന്നു. 20 പേർ 18 ദിവസം കൊണ്ട് എത്ര കളിപ്പാട്ടം നിർമ്മിക്കും? മറ്റൊരു ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ ആണ്. നമ്മൾ ഇതുവരെ പറഞ്ഞ അതിൽ നിന്ന് കുറച്ച് വ്യത്യസ്തമായിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. കാരണം നമ്മൾ ഇതുവരെ ചെയ്ത ക്വസ്റ്റ്യൻസിലാണെങ്കിൽ ജോലി എപ്പോഴും സെയിം ആയിരിക്കും. അതായത് ഇപ്പം ഒരു കെട്ടിടം പണിയുന്നു, അങ്ങനെ ഒരു ജോലിയായിരിക്കും നമ്മൾ ചെയ്യുന്നത് അവിടെ. എന്നാൽ ഇവിടെ ജോലി കൃത്യമായിട്ട് പറയുന്നുണ്ട് അല്ലേ. 12 പേർ 15 ദിവസം കൊണ്ട് 48 കളിപ്പാട്ടം നിർമ്മിക്കും. അപ്പോൾ 48 കളിപ്പാട്ടം നിർമ്മിക്കുന്നു എന്ന് പറയുന്നത് എന്തെന്ന് ഇവിടുത്തെ ജോലി. 20 പേർ 18 ദിവസം കൊണ്ട് എത്ര കളിപ്പാട്ടം നിർമ്മിക്കും, അതായത് എത്ര ജോലി ചെയ്യും എന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ ജോലി 2 കേസിലും ഡിഫറെൻ്റ് ആയിരിക്കും. നമുക്ക് കണ്ടുപിടിക്കേണ്ടത് എന്താണ്? 20 പേർ 18 ദിവസം കൊണ്ട് എത്ര കളിപ്പാട്ടം നിർമ്മിക്കും. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ട് N1 T1 = N2 T2 എന്നുള്ളൊരു ഇക്വേഷൻ. ഈ ഒരു കേസിലേക്ക് വരുമ്പം ആ ഇക്വേഷനിൽ ചെറിയൊരു വ്യത്യാസം വരും. വർക്ക്, ജോലി കൂടെ അതിൽ ആഡ് ചെയ്യപ്പെടും. N1 T1 / W1 = N2 T2 / W2. അപ്പോൾ ജോലി എപ്പോൾ എന്താണ്? താഴെയാണ് വരിക. ജോലി താഴെയാണ് വരിക. N1 എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾ ഓൾറെഡി പറഞ്ഞതാണ്, ആദ്യത്തെ ആൾക്കാരുടെ എണ്ണം, ആദ്യത്തെ സെറ്റിലുള്ള ആൾക്കാരുടെ എണ്ണമാണ്. അതുപോലെ തന്നെ T1 എന്ന് പറഞ്ഞാൽ ആദ്യത്തെ ആൾക്കാർക്ക് ആവശ്യമായിട്ടുള്ള സമയമാണ്. അതുപോലെ തന്നെ W1 എന്ന് പറഞ്ഞാൽ ആദ്യത്തെ 12 പേര് ചെയ്യുന്ന ജോലിയാണ്, ആദ്യത്തെ സെറ്റിലുള്ള ആൾക്കാരുടെ ജോലിയാണ്. ഇനി N2 എന്ന് പറഞ്ഞാൽ രണ്ടാമത്തെ സെറ്റിലുള്ള ആൾക്കാരുടെ എണ്ണം, T2 എന്ന് പറഞ്ഞാൽ രണ്ടാമത്തെ സെറ്റിലുള്ള ആൾക്കാർക്ക് ആവശ്യമായിട്ടുള്ള സമയം, W2 എന്ന് പറഞ്ഞാൽ രണ്ടാമത്തെ സെറ്റിലുള്ള ആൾക്കാരുടെ ജോലി. ഇങ്ങനെയാണ് വരുന്നത്. ഇനി ഇതേ ഇക്വേഷൻ തന്നെ N1 T1 D1 / W1 = N2 T2 D2 / W2 എന്ന് വരും. ഏത് കേസസിലാണ്? നമുക്ക് മണിക്കൂർ അല്ലേ, മണിക്കൂർ കൂടി ദിവസവും സമയവും രണ്ടും കൂടി തന്നിട്ടുണ്ടെങ്കിലാണ് ഇങ്ങനെ വരിക. ഇങ്ങനെ വരാനുള്ള ചാൻസ് വളരെ റെയറാണ്. ഇങ്ങനെ ക്വസ്റ്റ്യൻ ചോദിക്കാറില്ല പൊതുവെ, വളരെ റെയറായിട്ട് മാത്രമേ ചോദിക്കാറുള്ളൂ. അതുപോലെ ദിവസവും മണിക്കൂർ രണ്ടും വർക്കും എല്ലാം ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ വരൽ വളരെ റെയറായിട്ടുള്ള ചാൻസ് ആണ്. കൂടുതലായിട്ടും നമുക്ക് ഈ ഒരു ഇക്വേഷൻ തന്നെയാണ് എല്ലാ പ്രോബ്ലത്തിലും ആവശ്യം വരിക. സോ അപ്പോൾ ഈ ഒരു ഇക്വേഷനിൽ വർക്ക് എപ്പോഴും താഴെയായിരിക്കും. ഈ ഒരു കേസിൽ പിന്നെ നമ്മൾ എഫിഷ്യൻസി മൈൻഡ് ആക്കേണ്ട ആവശ്യമില്ല. എഫിഷ്യൻസി എല്ലാം ഇതിൽ ഇൻക്ലൂഡഡ് ആണ്. പക്ഷേ ഇപ്പം നമ്മൾ N1 T1 / W1 = N2 T2 / W2 എന്നുള്ളത് മാത്രം ഓർമ്മിച്ചാൽ മതി. എഫിഷ്യൻസി കൂടി കൊണ്ടുവന്ന് കുറച്ച് കൺഫ്യൂഷൻ ആക്കേണ്ട ആവശ്യമില്ല. നമ്മൾ ഇക്വേഷൻ എന്തായി? N1 T1 / W1 = N2 T2 / W2. നമുക്ക് മിക്കവാറും കണ്ടുപിടിക്കേണ്ടി വരിക N2 T2 അല്ലെങ്കിൽ W2 ആയിരിക്കും. എല്ലാ ക്വസ്റ്റ്യൻസിലും ചോദിക്കുന്നതായിരിക്കും. ഒന്നുകിൽ N2 ആയിരിക്കും, അല്ലെങ്കിൽ T2 ആയിരിക്കും, അല്ലെങ്കിൽ W2 ആയിരിക്കും ചോദിക്കുക. നമുക്ക് ഈ ഒരു പ്രോബ്ലത്തിലേക്ക് വന്നാൽ ഇവിടെ N1 എന്താണ്? N1 12 ആണ് അല്ലെ. 12 പേര് 15 ദിവസം. ഓക്കെ, T1 എന്ത് വരും? 15. W1 48. ഇനി 20 പേർ എന്ന് പറയുന്നത് N2 ആണ്. 20 പേർ 18 ദിവസം കൊണ്ട് T2 എത്ര കണ്ടിട്ടുണ്ട്? 18. എത്ര കളിപ്പാട്ടം നിർമ്മിക്കും? W2 ആണ് നമുക്കിവിടെ കണ്ടുപിടിക്കേണ്ടത്. 12 × 15 / 48 = 20 × 18 / W2. ഇവിടെ നമുക്ക് മാക്സിമം വെട്ടിക്കളയാനുള്ളതൊക്കെ വെട്ടിക്കളയാം. ആദ്യം നമുക്ക് താഴെ മുകളിലും വെട്ടിക്കളയാം. 12 48 4 ടൈംസ് പോവും. ഇനി നമുക്ക് ഇവിടെ നേരെയുള്ള വെട്ടിക്കളയാലോ, ഈക്വൽ അല്ല, 2 ഈക്വൽ ആയതുകൊണ്ട് നമുക്ക് ഇവിടെയും വെട്ടിക്കളയാൻ പറ്റും. സോ ഇവിടെ 15 20 അല്ലേ, 4ഉം 3ഉം വരും. 5 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ 4ഉം 3ഉം വന്നു. 3ഉം 18 വെട്ടാം 6. സോ അപ്പോൾ എന്തായി മാറി? ഇവിടെ 4 6 24 ബാക്കിയുണ്ട്. ഈ W2 നമുക്ക് ഇങ്ങോട്ടേക്ക് എടുക്കാം അല്ലേ. W2 = എല്ലാം വെട്ടിക്കളയൊക്കെ കഴിഞ്ഞിട്ട് മാത്രം W2 എടുത്താൽ മതി. അല്ലെങ്കിൽ ആദ്യമേ W2 എടുത്തിട്ട് നമ്മൾ ഇക്വേഷൻ പോലെ എഴുതിയിട്ട് വെട്ടിക്കളഞ്ഞാലും മതി. എങ്ങനെയാണെങ്കിലും ചെയ്താലും ശരിയാണ്. W2 = എന്ത് വരും? ഇവിടെ ബാക്കിയുള്ളത് 6 ഉണ്ട്. അതുപോലെ തന്നെ ഇവിടെ ഒരു 4 ഉണ്ട്. 6 × 4 24. സോറി, ഇവിടെ ഒരു 4 ഉണ്ട്, ഇവിടെ ഒരു 4 ഉണ്ട്, ഇവിടെ ഒരു 6 ഉണ്ട്. അപ്പം
6 ഇൻറ്റു 4 ഇൻറ്റു 4 വരും, 24 ഇൻറ്റു 4, ടോട്ടൽ എന്ത് വരും? 96. ഓക്കെ, അപ്പോൾ എത്ര ദിവസം കൊണ്ട് എത്ര കളിപ്പാട്ടം നിർമ്മിക്കുന്നത് വെച്ചാൽ 96 കളിപ്പാട്ടമാണ് രണ്ടാമത്തെ സെറ്റ് നിർമ്മിക്കാൻ പോകുന്നത്. 20 പേര് 18 ദിവസം കൊണ്ട് 96 കളിപ്പാട്ടമാണ് നിർമ്മിക്കാൻ പോകുന്നത്. ഒരു പ്രാവശ്യം കൂടി പറയാം, വർക്ക് കൂടി വരുന്ന കേസ് ആണെങ്കിൽ N1 T1 by W1 ഈക്വൽ ടു N2 T2 ഡിവൈഡ് ബൈ W2. ഇനി 12 പേർ എന്ന് പറയുമ്പോൾ N1 15 ദിവസം കൊണ്ട് 48 കളിപ്പാട്ടം നിർമ്മിക്കുന്നു. 20 പേർ 18 ദിവസം കൊണ്ട് എത്ര കളിപ്പാട്ടം നിർമ്മിക്കുന്നത്? W2 ആണ് കണ്ടുപിടിക്കേണ്ടത്. അല്ലെങ്കിൽ നമുക്ക് വേണമെങ്കിൽ ആദ്യമേ ഇവിടുന്ന് W2 ഇങ്ങോട്ടേക്ക് എടുക്കാം. W2 ഈക്വൽ ടു എന്ത് വരും? 20 ഇൻറ്റു 18. ഈ 48 എന്താവും? മുകളിലിട്ട് വരും. 48 ഡിവൈഡ് ബൈ 12 ഇൻറ്റു 15. ഇങ്ങനെ ആദ്യമേ വേണമെങ്കിൽ എഴുതാം. ഇപ്പോൾ 15ഉം 20ഉം എന്ത് വരും? 4ഉം 3. 48ഉം 12ഉം എന്ത് വരും? 4. 3ഉം 18ഉം 6. അപ്പോൾ 6 ഇൻറ്റു 4 24, 24 ഇൻറ്റു 4 96. വേറെ ഒരു മെത്തേഡ് കൂടി പറയാം. നമ്മൾ ഇതുപോലത്തെ ക്വസ്റ്റ്യൻ വന്നാൽ ആദ്യം നമ്മൾ എണ്ണ ഉണ്ടല്ലോ, ആദ്യത്തെ കോളത്തിൽ നമ്മൾ എണ്ണ എഴുതി വെക്കുക, രണ്ടാമത്തെ കോളത്തിൽ ഡേറ്റ് എഴുതി വെക്കുക, മൂന്നാമത്തെ കോളത്തിൽ വർക്ക് എഴുതുക. ഇനി ഈ ഡേറ്റും എണ്ണവും അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോയാലും പ്രശ്നമൊന്നുമില്ല. പക്ഷെ വർക്ക് എന്തായിക്കൂടാ, വർക്ക് ഒരിക്കലും മാറിക്കൂടാ. വർക്ക് എപ്പോഴും ലാസ്റ്റ് കോളത്തിൽ എഴുതാൻ പാടുള്ളൂ. ഇനി എണ്ണം ആദ്യത്തെ സെറ്റിൽ എത്രയാണ്? 12. രണ്ടാമത്തെ സെറ്റിൽ ആദ്യത്തെ സെറ്റിൽ ഡേറ്റ് 15, വർക്ക് 48. ഇനി രണ്ടാമത്തെ സെറ്റിലുള്ള എണ്ണ എത്രയാണ്? 20ഉം ഡേ എത്രയാണ്? 18. W2 ഇതാണ് നമുക്കിവിടെ കണ്ടുപിടിക്കേണ്ടത്. ഈ സംഭവം നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ, അപ്പോൾ എങ്ങനെ വരുമ്പോൾ നമുക്കറിയാം ഏതെങ്കിലും ഒരാൾ മിസ്സിംഗ് ആയിരിക്കും, ഏതെങ്കിലും ഒരു സെറ്റിലുള്ള ആൾ മിസ്സിംഗ് ആയിരിക്കും. അപ്പോൾ നമ്മൾ എപ്പോഴും എന്താ ചെയ്യേണ്ടത് വെച്ചാൽ കൂടുതൽ ഉള്ള ആൾക്കാർ, അതായത് നമ്മൾ ചെയ്യേണ്ടത്, നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യേണ്ടത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഇതും ഇവിടെ നമുക്കറിയാം W എന്ന് പറയുന്നത് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ആയിട്ടാണ് വരുന്നത്, അല്ലെ അടിയിലാണ് വരുന്നത്. നമ്മൾ ഇക്വേഷൻ ഓർമ്മിച്ചാൽ അടിയിലാണ് വരുന്നത്. സോ ഇത് തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ഇതും തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യണം, W2. ഇനി രണ്ടാമത്തെ സെറ്റ് എടുക്കുമ്പോൾ ഇതും ഇങ്ങനെ മൾട്ടിപ്ലൈ ചെയ്യണം. ഇനി എപ്പോഴും കൂടുതലുള്ള ആൾക്കാർ, അതായത് ഇപ്പോൾ ഇവിടെ നമുക്ക് 3 എണ്ണം ഉണ്ടല്ലോ, ഈ ഒരു സെറ്റിൽ നമുക്ക് രണ്ടെണ്ണേ അറിയുന്നേ ഉള്ളൂ, ഒന്ന് അറിയാത്തതാണ്. ഇവിടെ 3 എണ്ണം നമുക്ക് അറിയാവുന്നതാണ്. അപ്പോൾ കൂടുതലുള്ള സംഭവം നമ്മളെപ്പോഴും മുകളിൽ എഴുതണം. അതായത് 20 ഇൻറ്റു 18 ഇൻറ്റു 48. ഈ ഒരു സെറ്റ് നമ്മൾ മുകളിൽ എഴുതണം. ബാക്കി രണ്ടാമത്തെ സെറ്റ് 12 ഇൻറ്റു 15 നമ്മൾ അറിയാത്ത സാധനം, അത് നമ്മൾ താഴെ എഴുതണം. അപ്പോൾ ആദ്യത്തെ സെറ്റിലുള്ളവരെ 3ഉം മൾട്ടിപ്ലൈ ചെയ്യുക, രണ്ടാമത്തെ സെറ്റിലുള്ള 2 പേരെയും മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? നമ്മൾ ആൻസർ കിട്ടും. നേരത്തെ ചെയ്ത അതേ ഇക്വേഷൻ തന്നെയാണ്. എഴുതാനും പിടിക്കാനും കുറച്ച് കൺഫ്യൂഷൻ ഉള്ളവർക്ക് വേണ്ടിയിട്ടാണ് ഈ ഒരു സംഭവം പറഞ്ഞത്. ഇങ്ങനെ ചെയ്യണമെന്നില്ല, അത് നമ്മൾ പറഞ്ഞ പോലെ തന്നെ ചെയ്താലും മതി. ഇനി കൺഫ്യൂഷൻ ഉള്ളവർക്ക് വേണമെങ്കിൽ ഇങ്ങനെ എഴുതാം. W എന്ന് പറയുന്നത് എപ്പോഴും ഓപ്പോസിറ്റ് എടുക്കുക. N1 D1 W2, N2 D2 W1 എടുക്കണം. എന്നിട്ട് നമുക്ക് 3 പേരിൽ ഏത് സെറ്റിലാണ് 3 പേരുള്ളത്, കൂടുതൽ ആളുള്ളത്, അത് നമ്മൾ ഫസ്റ്റ് എഴുതുക. കുറവ് ആളുള്ള ഡിവൈഡ് ബൈ രണ്ടാമത് എഴുതുക, അത് മൾട്ടിപ്ലൈ ചെയ്യുക. ആദ്യത്തെ സെറ്റിലുള്ള ആൾക്കാരെ മൾട്ടിപ്ലൈ ചെയ്യുക, ഡിവൈഡ് ബൈ രണ്ടാമത്തെ സെറ്റിലുള്ള ആൾക്കാരെ മൾട്ടിപ്ലൈ ചെയ്യുക. എങ്ങനെയൊക്കെ ചെയ്താൽ നമ്മൾ ആൻസർ എന്തായിരിക്കും? സെയിം ആയിരിക്കും വരിക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, 40 പേർ 16 ദിവസം കൊണ്ട് 50 മരം മുറിക്കുന്നു. നമ്മൾ ഇക്വേഷൻ വരാം. N1 D1 by W1 ഈക്വൽ ടു N2 D2 by W2. 40 പേർ എന്ന് പറയുന്നത് N1 ആണല്ലോ. 40 പേര് 16 ദിവസം കൊണ്ട് 50 മരം മുറിക്കുന്നു, W1. ഇനി രണ്ടാമത്തിൽ എന്താ പറയുന്നത്? 32 പേർക്ക് 45 മരം മുറിക്കാൻ എത്ര ദിവസം വേണം? ശ്രദ്ധിക്കണം, ഇവിടെ 45 മരം മുറിക്കാൻ എന്ന് പറഞ്ഞത് വെച്ചാൽ W2 ആണ് നമുക്ക് എന്തുള്ളത്? 45 തന്നിട്ടുള്ളത്. D2 ആണ് നമ്മളോട് ചോദിക്കുന്നത്, അല്ലേ? ക്വസ്റ്റ്യൻ വായിച്ചാൽ മനസ്സിലാവും. നമ്മൾ വർക്ക് എന്താണ്? മരം മുറിക്കുക എന്നുള്ളത്. ആ വർക്ക് നമുക്ക് തന്നിട്ടുണ്ട്, അതിന് എത്ര ദിവസം വേണ്ടി വരുന്ന ചോദിക്കുന്നത്. അപ്പം D2 നമുക്കറിയില്ല, ഇവിടെ D2 അറിയില്ല. W2 എന്ത് തന്നിട്ടുണ്ട്? 45 തന്നിട്ടുണ്ട്. ഇനി നമുക്ക് സിംപ്ലിഫൈ ചെയ്താൽ ഇവിടെ ഒരു 0 ഉണ്ട്, അത് വെട്ടിക്കളയാം. പിന്നെ നമുക്ക് ഇപ്പുറം 16 32 2 5 45 9, പിന്നെ 4 2 2.
ഇനി ഇവിടെ D2 കണ്ടുപിടിക്കാൻ വേണ്ടി എന്താ D2 ഈക്വൽ ടു ഇവിടെ 2 ഉണ്ട്, ഇവിടെ 9 ഉണ്ട്. ഇത് ഇങ്ങോട്ട് എടുത്താൽ 9 × 2 18. സോ 18 ദിവസമാണ് ടോട്ടൽ വേണ്ടി വരിക. ഇനി നമ്മൾ നേരത്തെ രണ്ടാമത് പറഞ്ഞ ആ മെത്തേഡും കൂടി ഒന്ന് ചെയ്ത് നോക്കാം. NDW 40 പേർ 16 ദിവസം കൊണ്ട് 50 മരം മുറിക്കുന്നു. 32 പേർക്ക് 45 മരം മുറിക്കാൻ ഇതാണ് എഴുതേണ്ടത്. ഇത് എഴുതുന്ന മാറിപ്പോയത് W ആണ് തന്നിട്ടുള്ളത്. എത്ര ദിവസം വേണം? D2 ആണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ഫസ്റ്റ് സെറ്റ് ഇത് ഇൻറ്റു ഇതാണ്. പിന്നെ ഇവിടെ ഇത് ഇൻറ്റു ഇത്. ഇവിടെ നമുക്ക് 3 എണ്ണം തന്നിട്ടുള്ളത്. ആദ്യം മുകളിൽ എഴുതുക. 40 × 16 × 45 ഡിവൈഡ് ബൈ രണ്ടാമത്തെ സെറ്റ് 32 × 50 എന്ത് വരും? 0 0 വെട്ടി 9 5 9 32 ഇവിടെ 2 2 2 2 9 × 2 18. സോ എങ്ങനെ ഏതായാലും ആൻസർ ഒക്കെ സെയിം ആയിരിക്കും. നിങ്ങൾക്ക് ഏത് മെത്തേഡാണ് ഇഷ്ടം ആ ഒരു മെത്തേഡിൽ ചെയ്യുക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, 10 പൂച്ച 10 സെക്കൻഡ് കൊണ്ട് 10 എലിയെ തിന്നു എങ്കിൽ 100 സെക്കൻഡ് കൊണ്ട് 100 എലിയെ തിന്നാൻ എത്ര പൂച്ചകൾ വേണം? ഇവിടെ പൂച്ച ചെയ്യുന്നത് ഒരു ജോലിയായി കാണുക. അതായത് പൂച്ച 10 എലിയെ തിന്നുന്നതാണ് ഇവിടെ ജോലിയായിട്ട് വരുന്നത്. സോ അതൊരു ജോലിയായിട്ട് കണ്ടാൽ നമ്മൾ പ്രോബ്ലത്തിലേക്ക് കറക്റ്റായി. വർക്ക് ആൻഡ് ടൈമിലുള്ള പ്രോബ്ലം തന്നെയായി. വേറെ കൺഫ്യൂഷൻ ചിന്തിക്കേണ്ട ആവശ്യമില്ല. ക്വസ്റ്റ്യൻ കാണുമ്പോൾ ചിലപ്പം വേറെ എന്തെങ്കിലുമൊക്കെ ചോദിക്കുന്നതിൽ തോന്നുന്നു. പക്ഷേങ്കിൽ അതൊരു ജോലിയായിട്ട് കൺസിഡർ ചെയ്താൽ എന്തായി? വർക്ക് ആൻഡ് ടൈമിൽ പ്രോബ്ലമായി മാറി. ബാക്കി എല്ലാം നമ്മൾ ഇക്വേഷൻ തന്നെയാണ്. N1 D1 ബൈ W1 ഈക്വൽ ടു N2 D2 ബൈ W2. N1 10 പൂച്ചയാണുള്ളത്. 10 സെക്കൻഡ് അതാണ് ടൈം. D1 എന്നുള്ളതിന് പകരം ഇവിടെ വേണമെങ്കിൽ T1 കൊടുക്കാം ടൈം എന്നുള്ള രീതിയിൽ. ഇവിടെ നമുക്ക് ഡേ അല്ല തന്നിട്ടുള്ളത്, എന്താ തന്നിട്ടുള്ളത്? സെക്കൻഡ് ആണ് തന്നിട്ടുള്ളത്. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ T1 വേണമെങ്കിൽ ഇക്വേഷനിൽ കൊടുക്കാം. എങ്ങനെയായാലും അത് ടൈം തന്നെയാണ്. ഓക്കെ, അപ്പോൾ 10 സെക്കൻഡ്. നമ്മൾ ആൻസർ എന്ത് വരും? സെക്കൻഡിൽ വരും. അത്ര മാത്രമേ ഉള്ളൂ. D1 ആണെങ്കിൽ അത് നമുക്ക് ദിവസം തന്നിട്ടുണ്ടെങ്കിൽ ആൻസർ ദിവസത്തിൽ കിട്ടും. T1 ആണെങ്കിൽ സെക്കൻഡിൽ വരും. സെക്കൻഡ് ആണെന്നുള്ളത് സെക്കൻഡിൽ വരും. മിനിറ്റ് ആണെങ്കിൽ മിനിറ്റിൽ വരും. മണിക്കൂറാണെങ്കിൽ മണിക്കൂറിൽ വരും. ഇനി W1 എന്താണ്? 10 എലിയ തിന്നുന്നത്. അപ്പോൾ അതാണ് ഇവിടെ വർക്ക്. W1 10 തന്നെ. ഇനി രണ്ടാമത്തത് 100 സെക്കൻഡ് കൊണ്ട് അതായത് 100 സെക്കൻഡാണ് ടൈം. D2 ആണ് 100 സെക്കൻഡ്. 100 എലിയെ തിന്നാൻ. ഇപ്പം N2 ഇവിടെ തന്നിട്ടില്ല. അതാണ് നമ്മുടെ ചോദ്യം. എത്ര പൂച്ചകൾ വേണമെന്നാണ് ചോദ്യം. W2 തന്നിട്ടുണ്ട് 100. N2 കണ്ടുപിടിക്കണം. സോ ഇവിടെ നമുക്ക് ഫുൾ വെട്ടിക്കളി. ഇവിടെ ഒരു 0 ഇവിടെ ഒരു 0 വെട്ടി. ഇവിടെ 2 0 ഇവിടെ 2 0 വെട്ടി. സോ ബാക്കി എന്താ ഉള്ളത്? N2 ഈക്വൽ ടു 10. ഇനി നമ്മൾ മറ്റേ മെത്തേഡ് ചെയ്താൽ N1 D1 W1 N2 നമുക്കറിയില്ല അല്ലേ? N2 അറിയില്ല. D2 100 W2 100. ഈ ഒരു സെറ്റിൽ 3 പേരുണ്ട്. ഈ ഒരു സെറ്റിൽ 2 പേരേ ഉള്ളൂ. അപ്പോൾ 3 പേരുള്ള സെറ്റ് 10 × 10 × 100 ഡിവൈഡ് ബൈ 100 × 10 1 2 3 1 2 3 ബാക്കി എന്താണ്? 10. സോ എങ്ങനെയൊക്കെ പോയാലും ആൻസർ തന്നെയാണ് 10 തന്നെയാണ്. നെക്സ്റ്റ് നോക്കുക. ഇപ്പോൾ നമ്മൾ ഏകദേശം വർക്ക് ആൻഡ് ടൈമിലുള്ള എല്ലാ ടൈപ്പ് പ്രോബ്ലംസും ഓൾറെഡി ചെയ്ത് കഴിഞ്ഞു. ഇനി നമ്മൾ കുറച്ച് മിസ്സായിട്ടുള്ള കുറച്ചൊരു 1-2 ക്വസ്റ്റ്യൻസും കൂടി ബാക്കിയുള്ളത് കൂടി ക്ലിയർ ആക്കാൻ നോക്കുകയാണ്. കുറച്ചൊരു ഹയർ ലെവൽ ക്വസ്റ്റ്യൻ ആണ്. ഡിഗ്രി പ്രിലിംസിനൊക്കെ ചോദിച്ചിട്ടുള്ള ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആണിത്. നോക്കാം. A Bയുടെ ഇരട്ടി വേഗതയിൽ ജോലി ചെയ്യും. ആ ഒരു ജോലി 9 ദിവസം കൊണ്ട് A ആണ്. A ഒരു ജോലി 9 ദിവസം കൊണ്ട് ചെയ്താൽ എയും ബിയും ഒരുമിച്ച് ഈ ജോലി എത്ര ദിവസം കൊണ്ട് ചെയ്യും? എ ബിയുടെ ഇരട്ടി വേഗതയിൽ ജോലി ചെയ്യും എന്നാണ് പറഞ്ഞിട്ടുള്ളത്. സോ നമ്മൾ എയുടെ കഴിവ് എന്താണ്? എയുടെ കഴിവ് 2 ആണ്. അല്ലെങ്കിൽ ബിയുടെ കഴിവ് 1 ആണെങ്കിൽ എയുടെ കഴിവ് എത്രയായിരിക്കും? 2 ആയിരിക്കും അല്ലേ? കാരണം എക്ക് ബിയുടെ ഇരട്ടി വേഗതയിൽ ജോലി ചെയ്യാനുള്ള കഴിവുണ്ട്. അപ്പോൾ ബിയുടെ കഴിവ് നമ്മളിവിടെ 1 എടുത്താൽ എയുടെ കഴിവ് എത്രയായിരിക്കും? 2 ആണ്. അങ്ങനെയാണല്ലോ വരിക. സ്വാഭാവികമായിട്ടും ബിയുടെ ഇരട്ടി കഴിവ് എന്തുണ്ട്? ഇരട്ടി വേഗതയിൽ ജോലി ചെയ്യാനുള്ള കഴിവ് എക്ക് ഉണ്ട് എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താണ്? എ ബിയിനേക്കാളും ഡബിൾ എഫിഷ്യൻസിയുള്ള ആളാണെന്നല്ലോ ഇതിൻ്റെ അർത്ഥം. സോ ബിയുടെ കഴിവ് 1 ആണെങ്കിൽ എയുടെ കഴിവ് 2 ആണ്. ഇനി എ ഒരു ജോലി 9 ദിവസം കൊണ്ട് ചെയ്താൽ സ്വാഭാവികമായിട്ടും ഒരു ജോലി 9 ദിവസം കൊണ്ട് ചെയ്ത് തീർക്കുകയാണെങ്കിൽ
എയും ബിയും ഒരുമിച്ച് ഈ ജോലി എത്ര ദിവസം കൊണ്ട് ചെയ്യും എന്നാണ് ചോദിച്ചത്. അപ്പോൾ നമുക്ക് എഫിഷ്യൻസി കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ എന്തായി ഈ ഒരു ക്വസ്റ്റ്യനിൽ ആകെയുള്ളത് നമ്മൾ ഈ എഫിഷ്യൻസി കണ്ടുപിടിക്കുന്നില്ല. അത് നമുക്ക് തന്നിട്ടുള്ള ഹിന്റ് എന്താണ്, എ ബിയുടെ ഇരട്ടി വേഗത്തിൽ ജോലി ചെയ്ത് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എഫിഷ്യൻസി കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ പഴയ ചെയ്യുന്ന അതേ ജോലി പോലെയായി. ഇനി ജോലി എത്ര ദിവസം കൊണ്ട് ചെയ്ത് തീർക്കുന്നത് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ നമുക്ക് ആദ്യം എന്ത് വേണം, ടോട്ടൽ എത്ര ജോലി ഉണ്ട് എന്ന് കണ്ടുപിടിക്കണം. ടോട്ടൽ എത്ര ജോലി എങ്ങനെ കണ്ടുപിടിക്കും? ജോലി എന്ന് പറഞ്ഞാൽ എന്താണ്, എഫിഷ്യൻസി ഇൻറ്റു ടൈമാണ്. ജോലി എന്ന് പറഞ്ഞാൽ എന്താണ്, എപ്പോഴും എഫിഷ്യൻസി ഇൻറ്റു ടൈമാണ്. ഇവിടെ നമുക്കറിയാം എന്റെ എഫിഷ്യൻസി 2 ആണ്, എന്റെ ടൈം 9 ആണ്. എന്റെ എഫിഷ്യൻസി 2 ആണ്, എയുടെ ടൈം 9 ആണ്. അങ്ങനെയാണെങ്കിൽ 2 ഇൻറ്റു 9 18. അപ്പോൾ 18 ജോലിയാണ് ഇവിടെ ടോട്ടൽ ഉള്ളത് അല്ലേ. ജോലി എപ്പോഴും കോൺസ്റ്റൻ്റ് ആണ് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ഇങ്ങനത്തെ കേസിലൊക്കെ ജോലി കോൺസ്റ്റൻ്റ് ആണ്. അപ്പോൾ ഇവിടെ ടോട്ടലായിട്ട് 18 ജോലിയാണ് ഉള്ളത്. 18 ജോലിയാണ് ഉള്ളത്. നമ്മൾ ചോദിച്ചിട്ടുള്ള എന്താണ്, എയും ബിയും ഒരുമിച്ച് ഈ ജോലി എത്ര ദിവസം കൊണ്ട് ചെയ്ത് തീർക്കുന്ന വഴിയുള്ളത്. അപ്പോൾ ടോട്ടൽ ജോലി കിട്ടിയാൽ പിന്നെ നമുക്ക് എന്തെങ്കിലും എടുക്കാൻ പറ്റും, എയും ബിയും ചെയ്യുന്ന സമയം കണ്ടുപിടിച്ചൂടെ. സമയം എന്ന് പറഞ്ഞാൽ എന്താണ്, ജോലി ഡിവൈഡ് ബൈ എഫിഷ്യൻസി ആണ്. ഇവിടെ ജോലി നമുക്ക് ഓൾറെഡി കണ്ടുപിടിച്ചു 18 ആണ്. എഫിഷ്യൻസി എന്താണ്, എഫിഷ്യൻസി നമ്മൾ എന്തെടുക്കണം, എയും ബിയും ഒരുമിച്ച് ചെയ്യുന്നതായതുകൊണ്ട് എൻ്റെയും ബിൻ്റെയും എഫിഷ്യൻസി എടുക്കണം. 2 + 1 3. അപ്പോൾ 18/3 6. 6 ദിവസം കൊണ്ട് 6 ദിവസം. ഓക്കെ, ഒന്നുകൂടി പറയാം. എ ബിയുടെ ഇരട്ടി വേഗതയിൽ ജോലി ചെയ്യും. അതാണ് ഇവിടുത്തെ ആകെയുള്ളൊരു പോയിന്റ്. അതായത് ബിയുടെ എഫിഷ്യൻസി 1 ആണെങ്കിൽ എയുടെ എഫിഷ്യൻസി അതിൻ്റെ ഡബിൾ ആയിരിക്കും, നേരെ ഡബിൾ ആയിരിക്കും, 2 ആയിരിക്കും എന്ന് പറയുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ നമ്മൾ ആദ്യം കണ്ടുപിടിക്കുന്നത് ടോട്ടൽ വർക്കാണ്. വർക്ക് കണ്ടുപിടിക്കുന്നത് എഫിഷ്യൻസി ഇൻറ്റു ടൈമാണ്. ഇവിടെ നമുക്ക് എഫിഷ്യൻസി ചെയ്യേണ്ടത് 2 ആണെന്നറിയാം, ടൈം ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്. എ ഒരു ജോലി 9 ദിവസം കൊണ്ട് ചെയ്യുന്ന പറഞ്ഞിട്ടുള്ളത്. അപ്പം 9 × 2 18. 18 ഇവിടുത്തെ ടോട്ടൽ ജോലി. ജോലി ഇനി എ ചെയ്താലും ബി ചെയ്താലും എയും ബി ഒരുമിച്ച് ചെയ്താലും ഒക്കെ എന്താണ്, ടോട്ടൽ ജോലി സെയിം ആയിരിക്കും. സോ നമ്മോട് ചോദിച്ചിട്ടുള്ളത് എയും ബി ഒരുമിച്ച് ഈ ജോലി എത്ര ദിവസം കൊണ്ട് ചെയ്ത് തീർക്കും എന്നാണ് ചോദിച്ചിട്ടുള്ളത്. എന്ത് കണ്ടുപിടിക്കണം, ആ സമയം കണ്ടുപിടിക്കാൻ വേണ്ടി എന്താണ്, ജോലി ഡിവൈഡ് ബൈ ജോലി 18 ആണ് എഫിഷ്യൻസി എയും ബി ഒരുമിച്ച് ആയതുകൊണ്ട് തന്നെ എടുക്കണം 2 + 1 3 എടുക്കണം. ടോട്ടൽ എഫിഷ്യൻസി എടുക്കണം, 6 ദിവസം കിട്ടും. ഇനി ബി ഒറ്റയ്ക്ക് ഈ ജോലി എത്ര ദിവസം കൊണ്ട് ചെയ്ത് തീർക്കുന്ന ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ടെങ്കിൽ എന്ത് വരും, 18 ഡിവൈഡ് ബൈ ബിയുടെ എഫിഷ്യൻസി 1 അല്ലേ, 18 ദിവസം വരും. എക്സ് വൈയുടെ ഇരട്ടി വേഗതയിൽ ജോലി ചെയ്യും. എക്സ് വൈയുടെ ഇരട്ടി വേഗതയിൽ ജോലി ചെയ്യും. അവിടെ തന്നെ എന്ത് മനസ്സിലായി, എക്സ് വൈയുടെ ഇരട്ടി വേഗതയിൽ ജോലി ചെയ്യുമെന്ന് പറഞ്ഞാൽ വൈയുടെ എഫിഷ്യൻസി 1 ആണെങ്കിൽ എക്സിൻ്റെ എഫിഷ്യൻസി 2 ആണ് അല്ലേ. കാരണം എക്സ് വൈനേക്കാളും ഇരട്ടി വേഗതയിലാണ് ഇവിടെ ജോലി ചെയ്യുന്നത്. വൈ ഒരു ജോലി 24 ദിവസം കൊണ്ട് ചെയ്താൽ എക്സും വൈയും ഒരുമിച്ച് ഈ ജോലി എത്ര ദിവസം കൊണ്ട് ചെയ്ത് തീർക്കും. സോ നമ്മൾ നെക്സ്റ്റ് സ്റ്റെപ്പ് എന്താണ്, ടോട്ടൽ വർക്ക് കണ്ടുപിടിക്കണം. വർക്ക് കണ്ടുപിടിക്കാൻ വേണ്ടി എഫിഷ്യൻസി നമുക്കിവിടെ ജോലി ദിവസം തന്നിട്ടുള്ള വൈൻ്റെ ആണ്. സോ വൈൻ്റെ എഫിഷ്യൻസി 1 × വൈൻ്റെ ദിവസം 24. സോ 24 ജോലിയാണ് അവിടെ ടോട്ടലായിട്ട് ഉള്ളത്. എക്സും വൈയും ഒരുമിച്ച് ഈ ജോലി എത്ര ദിവസം കൊണ്ട് ചെയ്തെടുക്കുന്ന കണ്ടിട്ടുണ്ട്. ദിവസം കണ്ടുപിടിക്കാൻ വേണ്ടി ടോട്ടൽ വർക്ക് ഡിവൈഡ് ബൈ എഫിഷ്യൻസി എടുക്കണം. വർക്ക് എത്രയാണ്, 24 ആണ്. എഫിഷ്യൻസി എന്ത് വേണം, അപ്പം 2 പേരുടെ ഒരുമിച്ച് എടുക്കണം. 2 + 1 3. 24/3 8 ദിവസം കൊണ്ട് ചെയ്ത് തീർക്കും. ഇനി എക്സ് ഒറ്റയ്ക്ക് ഈ ജോലി എത്ര ദിവസം കൊണ്ട് ചെയ്ത് തീർക്കുന്ന ക്വസ്റ്റ്യൻ എങ്കിൽ 24 ഡിവൈഡ് ബൈ 2 അല്ലേ, എക്സിൻ്റെ എഫിഷ്യൻസി വരും 12 ദിവസം. മീര ദേവിയുടെ ഇരട്ടി വേഗതയിൽ ജോലി ചെയ്യും. സോ അവിടെ നിന്ന് നമുക്ക് കിട്ടിയെന്തെന്ന്, മീരയുണ്ട് ദേവിയുണ്ട്. മീര ദേവിയുടെ ഇരട്ടി വേഗതയിൽ ജോലി ചെയ്യും. അപ്പോൾ ദേവിയുടെ എഫിഷ്യൻസി 1 ആണെങ്കിൽ മീരയുടെ എഫിഷ്യൻസി 2 ആയിരിക്കും. ഇനി ദേവി ഒരു ജോലി 30 ദിവസം കൊണ്ട് ചെയ്യും. അപ്പോൾ ടോട്ടൽ ജോലി അവിടെ നിന്ന് കണ്ടുപിടിക്കാമല്ലോ. ടോട്ടൽ വർക്ക് എന്ത് വരും, എഫിഷ്യൻസി ദേവീൻ്റെ സമയം തന്നിട്ടുള്ളത്. അപ്പം ദേവി ഒരു ജോലി 30 ദിവസം കൊണ്ട് അല്ലേ, 30 × ടൈം ഇൻറ്റു എഫിഷ്യൻസി അല്ലെങ്കിൽ എഫിഷ്യൻസി ഇൻറ്റു ടൈം 30 ആണ് അവിടുത്തെ ടോട്ടൽ ജോലി. ഇനി മീരയും ദേവിയും ഒരുമിച്ച് ഈ ജോലി എത്ര ദിവസം കൊണ്ട് ചെയ്ത് തീരും. മീരയും ദേവിയും 2 പേരുടെ എഫിഷ്യൻസി എത്രയാണ്, 2 + 1 3. അപ്പം ടൈം കണ്ടുപിടിക്കാൻ വേണ്ടി ടോട്ടൽ ജോലി 30 ആണ് കണ്ടുപിടിച്ചു. ടോട്ടൽ എഫിഷ്യൻസി 2 + 1 3 ആണ്. അപ്പം 30/3 10 ദിവസം അല്ലേ, ഈസിയാണ്. എ ബിയുടെ ഇരട്ടി വേഗതയിൽ ജോലി ചെയ്യും. എ ബിയുടെ ഇരട്ടി വേഗതയിലാണ്. സോ
ബിന്റെ എഫിഷ്യൻസി ഒന്നാണെങ്കിൽ എന്റെ എഫിഷ്യൻസി അതിൻ്റെ ഇരട്ടിയായിരിക്കും, 2 ആയിരിക്കും. അവർ രണ്ടുപേരും ഒരുമിച്ച് ഒരു ജോലി 8 ദിവസം കൊണ്ട് ചെയ്താൽ, രണ്ടുപേരും ഒരുമിച്ച് ജോലി 8 ദിവസം കൊണ്ട് ചെയ്ത് തീർത്താൽ. ഇവിടെ ക്വസ്റ്റ്യനിൽ ചെറിയൊരു ട്വിസ്റ്റ് ഉണ്ട്. ഇവിടെ നമുക്ക് തന്നിട്ടുള്ളത് രണ്ടുപേരും ഒരുമിച്ചാണ് ജോലി 8 ദിവസം കൊണ്ട് ചെയ്ത് തീർക്കുന്നത് പറയുന്നത്. അപ്പം നമ്മൾ എന്ത് ചെയ്യണം? ടോട്ടൽ വർക്ക് കണ്ടുപിടിക്കുന്ന സമയത്ത് എഫിഷ്യൻസി ഇൻറ്റു ടൈമാണ്. ഇവിടെ എഫിഷ്യൻസി അപ്പോൾ എന്ത് ചെയ്യണം? 2 പേരുടെ എഫിഷ്യൻസി എടുക്കണം അല്ലേ? നമുക്ക് തന്നിട്ടുള്ളത് 2 പേരും ചെയ്യുന്ന ദിവസമാണ് തന്നിട്ടുള്ളത്. അപ്പോൾ 2 പേരുടെ എഫിഷ്യൻസി നമ്മൾ 2 പേരുടെ എടുക്കണ്ടേ? 2 + 1 3 ഇൻറ്റു ദിവസം, 8 × 3 24. ടോട്ടൽ 24 ജോലിയാണ് അപ്പോൾ അവിടെ ഉള്ളത്. ആ ഒരു വ്യത്യാസം മാത്രമേ ഉള്ളൂ. എന്റെ മാത്രമാണ് തന്നിട്ടുള്ളത് എന്റെ എഫിഷ്യൻസി ഇൻറ്റു സമയം. ബിന്റെ മാത്രമാണ് തന്നിട്ടുള്ളത് ബിന്റെ എഫിഷ്യൻസി ഇൻറ്റു സമയം. എന്റെയും ബിന്റെയും ഒരുമിച്ച് ചെയ്യുന്നത് തന്നിട്ടുള്ളതെങ്കിൽ എന്റെയും ബിന്റെ എഫിഷ്യൻസി ഇൻറ്റു സമയം. അങ്ങനെ ചെയ്യണം വർക്ക് കണ്ടുപിടിക്കാൻ വേണ്ടി. ഓരോരുത്തരും ഈ ജോലി എത്ര ദിവസം കൊണ്ട് ചെയ്ത് തീരും? ഓരോരുത്തർ എന്ന് പറഞ്ഞാൽ എയും ബിയും സെപ്പറേറ്റ് ആയിട്ട് ചോദിക്കുന്നുണ്ട്. അപ്പോൾ ടോട്ടൽ 24 ജോലിയാണ്. അപ്പം എ ചെയ്യാൻ എത്ര സമയം എടുക്കും? വർക്ക് ഡിവൈഡ് ബൈ ടോട്ടൽ വർക്ക് ഡിവൈഡ് ബൈ എന്റെ എഫിഷ്യൻസി. എന്റെ എഫിഷ്യൻസി എത്ര? 2. സോ എ ചെയ്തെടുക്കാൻ 12 ദിവസം എടുക്കും. എന്റെ ടൈം 12. ഇനി ബിന്റെ ടൈം എന്ത് വരും? ടോട്ടൽ ജോലി 24 ഡിവൈഡ് ബൈ ബിന്റെ എഫിഷ്യൻസി 1. സോ ബി 24 ദിവസം വേണ്ടി വരും. എക്ക് 12 ദിവസം മതിയാവും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, എക്ക് ബിയുടെ 3 ഇരട്ടി ജോലി ചെയ്യാൻ സാധിക്കും. ഇതേ സംഭവം തന്നെയാണ്. നമ്മളിപ്പോൾ 2 ഇരട്ടിക്ക് പകരം 3 ഇരട്ടിയായി. അപ്പം ബിന്റെ എഫിഷ്യൻസി 1 ആണെങ്കിൽ എക്ക് 3 ഇരട്ടിയല്ല. അപ്പം എൻ്റെ എഫിഷ്യൻസി എന്തായിരിക്കും? 3 ആയിരിക്കും. 1 ആണെങ്കിൽ ഇവിടെ 3 ആയിരിക്കും. നെക്സ്റ്റ്, 2 പേരും കൂടി ഒരു ജോലി 9 ദിവസം കൊണ്ട് ചെയ്തെടുത്തു. 2 പേരും കൂടിയിട്ടാണ് ചെയ്യുന്നത്. സോ ടോട്ടൽ വർക്ക് കണ്ടുപിടിക്കാൻ വേണ്ടി 2 പേരുടെ എഫിഷ്യൻസി എടുക്കണം. 3 + 1 4 ഇൻറ്റു 9 ആണെങ്കിൽ 4 ഇൻറ്റു 9 36 അവിടുത്തെ ടോട്ടൽ ജോലി. എക്ക് മാത്രമായി ജോലി ചെയ്തെടുക്കാൻ എത്ര ദിവസം വേണം? അപ്പം എക്ക് മാത്രമായിട്ട് കണ്ടുപിടിക്കാൻ എന്ത് വേണം? ടോട്ടൽ ജോലി ഡിവൈഡ് ബൈ എന്റെ എഫിഷ്യൻസി. എന്റെ എഫിഷ്യൻസി ഇവിടെ 3 സോ 36/3 12 ദിവസം. ഹരിക്ക് ഒരു ജോലി തീർക്കാൻ 15 ദിവസം വേണം. മനുവിന് ഹരിയേക്കാൾ 50% കാര്യക്ഷമത കൂടുതലാണ്. ഇവിടെ ശ്രദ്ധിക്കണം, ഇവിടെ 50% കാര്യക്ഷമത കൂടുതലാണ്. പെർസെൻറ്റേജിലാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ പെർസെൻറ്റേജിൽ പറയുകയാണെങ്കിൽ നമ്മൾ ആദ്യം എന്ത് ചെയ്താൽ മതി? 100-ൽ മതി. 100-ൽ നമുക്ക് എളുപ്പമാണ് കാര്യങ്ങൾ. പിന്നെ നമ്മളത് വെട്ടിച്ചുരുക്കിയാൽ മതി. മനുവിന് ഹരിയേക്കാൾ 50% കാര്യക്ഷമത കൂടുതലാണ്. അപ്പം ആർക്കാണ് ഇവിടെ കൂടുതൽ കാര്യക്ഷമത ഉള്ളത്? മനുവിനാണ് കൂടുതൽ കാര്യക്ഷമത ഉള്ളത്. അപ്പം ഹരീൻ്റെ നമ്മളിവിടെ 100 എടുക്കുക, എഫിഷ്യൻസി 100 എടുക്കുക. അപ്പം ഹരീൻ്റെ എഫിഷ്യൻസി 100 ആണെങ്കിൽ മനുവിന് 50% കൂടുതലാണെന്ന് പറഞ്ഞാൽ എന്ത് വരും? 150. 100ന്റെ 50% 150. ഇങ്ങനെ നമ്മൾ ആദ്യം ചെയ്യാം. ശതമാനം പറഞ്ഞെങ്കിൽ 100-ൽ നമുക്ക് കുറച്ചും കൂടി എളുപ്പമായിട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പം 100 150 വന്നാൽ നമുക്കൊന്ന് അവിടെ ചുരുക്കിയാൽ എന്ത് വരും? 0 0 വെട്ടുക, 10 5 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ എന്തായി? ഇവിടെ 2 ഇവിടെ 3. സോ എഫിഷ്യൻസി എന്ത് വരും? 2:3. അപ്പോൾ ഹരീൻ്റെ എഫിഷ്യൻസി 2 ആണെങ്കിൽ മനുവിൻ്റെ എഫിഷ്യൻസി എത്രയാണ്? 3. ഇനി 100 150 എടുത്ത് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ആൻസർ കിട്ടും. അതും നമുക്ക് ആൻസർ കിട്ടാതിരിക്കൊന്നുമില്ല, ആൻസറൊക്കെ കിട്ടും. പക്ഷേ എങ്കിൽ കുറച്ചും കൂടി വെറുതെ കാൽക്കുലേഷനൊക്കെ കുറച്ചും കൂടി കൂടുതലായി വരും. അതിനേക്കാൾ നല്ലത്, ഏറ്റവും നല്ലത് നമ്മൾ ഒന്ന് ചുരുക്കി ചെറിയ രൂപത്തിലേക്ക് എത്തിച്ച് ചെയ്യുന്നതാണ് കുറച്ചും കൂടി ബെറ്റർ. നമ്മളോട് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ എന്താണ്? അങ്ങനെയാണെങ്കിൽ മനുവിന് ഈ ജോലി ചെയ്തു തീർക്കാൻ എത്ര ദിവസം വേണം? ഓക്കെ, അപ്പോൾ നമ്മൾ ആദ്യം ജോലി കണ്ടുപിടിക്കണം. ജോലി കണ്ടുപിടിക്കാൻ വേണ്ടി ഹരിക്ക് ഒരു ജോലി തീർക്കാൻ 15 ദിവസം വേണമെന്ന് പറഞ്ഞിട്ടുണ്ട്. സോ ടോട്ടൽ വർക്ക് ഈസ് ഈക്വൽ ടു ഹരീൻ്റെ എഫിഷ്യൻസി എത്രയാണ്? 2 × 15 30 വരും. 2 × 15 30 വരും. ഇനി ടോട്ടൽ ജോലി നമുക്കിവിടെ കിട്ടി. ഇനി മനുവിന് എത്ര ദിവസം വേണമെന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പം മനുവിന് ചെയ്തെടുക്കാൻ വേണ്ടി സമയം കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ടോട്ടൽ ജോലി ഡിവൈഡ് ബൈ മനുവിൻ്റെ എഫിഷ്യൻസി. മനുവിൻ്റെ എഫിഷ്യൻസി എത്രയാണ്? 3. സോ 30/3 10 ദിവസം. സെയിം ക്വസ്റ്റ്യൻ തന്നെയാണ് ഇവിടെ. പേഴ്സൻറ്റേജ് രീതിയിൽ നമുക്ക് തന്നു എന്ന് മാത്രം. എഫിഷ്യൻസി കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് പേഴ്സൻറ്റേജ് രീതിയാണ് തന്നിട്ടുള്ളത്. അവിടെ നമ്മൾ 2 ഇരട്ടി 3 ഇരട്ടി എന്നൊക്കെ പറഞ്ഞു. ഇവിടെ പേഴ്സൻറ്റേജ് തന്നു. എങ്ങനെയൊക്കെ ചെയ്താലും മെത്തേഡും വഴിയൊക്കെ സെയിം ആണ്. എ ഒരു ജോലി തീർക്കാൻ 20 ദിവസം എടുത്തു. ബിക്കു എയേക്കാൾ 25% കാര്യക്ഷമത കൂടുതലാണ്. അപ്പോൾ ഇങ്ങനെ പറയുമ്പോൾ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് ആർക്കാണ് സാധാരണ കാര്യക്ഷമത ഉള്ളത്? ബിക്ക് എയിനേക്കാൾ 25% കാര്യക്ഷമത കൂടുതലാണെന്ന് പറഞ്ഞത്. അപ്പോൾ ബിക്കാണ് ഇവിടെ കൂടുതലായിട്ട് പറഞ്ഞിട്ടുള്ളത്. സോ നമ്മൾ എന്ത് ചെയ്യണം?
ആദ്യം നോർമലായിട്ടുള്ള ആളെ 100 എടുക്കുക. എന്നിട്ട് ഈ എനേക്കാൾ എത്ര ശതമാനം കൂടുതലാണ് ബിക്ക്? 25%. അപ്പം 125 എടുക്കുക. 125 എടുത്താൽ നമുക്ക് എന്താക്കാം, ഇവിടെ വെട്ടിക്കളയാം. 25 വെട്ടിയേക്കാൾ എത്ര വരും? 25 × 4 25 × 5. സോ 4:5 എന്ന് വരും. ഇനി 100 125 ഇട്ട് ചെയ്താലും നമുക്ക് ആൻസറൊക്കെ കിട്ടും. കുറച്ചും കൂടി പ്രോബ്ലം സോൾവിങ് കുറച്ചും കൂടി കോംപ്ലിക്കേഷൻ ആവും. സോ 4:5 ആയി. ഇനി അങ്ങനെയാണെങ്കിൽ ബിക്ക് ഈ ജോലി ചെയ്തെടുക്കാൻ എത്ര ദിവസം എടുക്കും? സോ ആദ്യം നമ്മൾ ടോട്ടൽ വർക്ക് കണ്ടുപിടിക്കണം. വർക്ക് എന്ത് വരും? എന്റെ 20 ദിവസം സമയമെടുത്തു എന്ന് പറയുന്നുണ്ട്. സോ എന്റെ എഫിഷ്യൻസി എത്രയാണ്? 4 × 20 എന്ത് വരും? 80 ഇവിടുത്തെ ടോട്ടൽ ജോലി. ഇനി ബിയുടെ സമയം കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ടോട്ടൽ ജോലി ഡിവൈഡ് ബൈ ബിയുടെ എഫിഷ്യൻസി. ബിയുടെ എഫിഷ്യൻസി എത്രയാണ്? 5 ആണ്. 80 ഡിവൈഡ് ബൈ 5 16 വരും. 16 ദിവസം. നെക്സ്റ്റ് ഒരു 2 ക്വസ്റ്റ്യൻ കൂടിയേ ബാക്കിയുള്ളൂ. ഇപ്പം നമ്മൾ പറഞ്ഞ ടൈപ്പും കഴിഞ്ഞു. ഒരു 2 ക്വസ്റ്റ്യൻ പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. വർക്ക് ആൻഡ് ടൈമിൽ ഡിഗ്രി ലെവലിൽ ചോദിച്ച 2 ക്വസ്റ്റ്യൻ അതുകൂടി ചെയ്ത് നമ്മൾ നിർത്തുകയാണ്. ഒരു ഓർ ടൈപ്പ് ക്വസ്റ്റ്യനും ഒരു ആൻഡ് ടൈപ്പ് ക്വസ്റ്റ്യനും. ഫസ്റ്റ് ഓർ ടൈപ്പ് ക്വസ്റ്റ്യൻ. എ ഗ്രൂപ്പ് ഓഫ് 5 men or 12 women can complete a particular task in 78 days. എന്താണ് പറയുന്നത്? 5 ആണുങ്ങൾക്ക് അല്ലെങ്കിൽ ഓറാണ് 12 വുമൺ, അവർക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഒരു ജോലി 78 ദിവസത്തിനുള്ളിൽ കംപ്ലീറ്റ് ചെയ്യാൻ സാധിക്കും. അങ്ങനെയാണെങ്കിൽ ഹൗ ലോങ് വിൽ ഇറ്റ് ടേക്ക് ഫോർ 5 men and 12 women? അങ്ങനെയാണെങ്കിൽ 5 ആണുങ്ങളും 12 പെണ്ണുങ്ങൾക്കും കൂടിയിട്ട് ഈ ജോലി എത്ര ദിവസം കൊണ്ട് തീർക്കാൻ കഴിയും? നമ്മൾ ഓൾറെഡി ഓർ ടൈപ്പ് പ്രോബ്ലം ഒക്കെ എങ്ങനെയാണ് ചെയ്യേണ്ടതെന്നൊക്കെ ഡിസ്കസ് ചെയ്തതാണ്. അതുകൊണ്ട് തന്നെ ഡീറ്റെയിൽ ആയിട്ടൊന്നും പറയുന്നില്ല. 5 men 12 women can complete a particular task in 78 days. അത് നമ്മൾ ഫസ്റ്റ് സെറ്റ് എഴുതി. രണ്ടാമത്തെ സെറ്റിൽ 5 men 12 women വർക്കിംഗ് ടുഗദർ ടു ഫിനിഷ് സെയിം ടാസ്ക് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഇത് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. എങ്ങനെയാണ് നമ്മൾ ചെയ്യുക? ഫസ്റ്റ് സെറ്റിലുള്ളത് ഡയറക്റ്റായിട്ട് മൾട്ടിപ്ലൈ ചെയ്യും. രണ്ടാമത്തത് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്ത പ്രൊഡക്റ്റ് തമ്മിൽ ആഡ് ചെയ്യും. അപ്പോൾ 5 × 12 × 78 ഡിവൈഡ് ബൈ 12 × 5 60. 12 × 5 60. അപ്പോൾ 60 60 120. 120 12 10. 10 5 2. 78ൻ്റെ പകുതി 39. ആൻസർ എത്രയാണ്? 39. ഇനി ഇതൊന്നും വേണ്ട. ഈ ഒരു ക്വസ്റ്റ്യൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഈ മെത്തേഡ് ഒന്നും അറിയണ്ട. ജസ്റ്റ് നമ്മളൊരു ലോജിക് ഉപയോഗിച്ച് ചിന്തിച്ചാൽ മനസ്സിലാകാം. 5 ആണുങ്ങൾക്കും അല്ലെങ്കിൽ 12 സ്ത്രീകൾക്കും കൂടിയിട്ട് ഒരു ജോലി 78 ദിവസത്തിനുള്ളിൽ കംപ്ലീറ്റ് ആക്കാൻ പറ്റും എന്നാ പറഞ്ഞത്. ഒന്നുകിൽ 5 ആണുങ്ങൾ അല്ലെങ്കിൽ 12 സ്ത്രീകൾ. ഇനി എന്താണ് ചോദിച്ചിട്ടുള്ളത്? 5 ആണുങ്ങളും 12 പെണ്ണുങ്ങളും കൂടി ഒരുമിച്ചാണ് വർക്ക് ചെയ്യുന്നതെങ്കിൽ എത്ര ദിവസം കൊണ്ട് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും? സോ ഒന്നുകിൽ 5 ആണുങ്ങൾ അല്ലെങ്കിൽ 12 വുമണിന് 78 ദിവസം കൊണ്ട് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുന്ന ജോലി ഇവർ രണ്ടോടും ഒരുമിച്ച് ചെയ്യുമ്പോൾ എന്തായിരിക്കും? ഇതിൻ്റെ നേരെ പകുതി ദിവസം കൊണ്ടായിരിക്കുമല്ലോ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുക. ആ ഒരു ലോജിക്ക് മനസ്സിലായാലും കിട്ടും. അപ്പം 78 ദിവസം ഇവർ ആയിരിക്കും ഒരാൾക്ക് ചെയ്യാൻ പറ്റുന്ന ജോലി 2 പേര് ഒരുമിച്ച് ചെയ്യുമ്പോൾ എന്താവും? നേരെ പകുതിയാവും. സോ 78ൻ്റെ പകുതി എടുത്താൽ 39. ആൻസർ നമുക്ക് അവിടെ നിന്ന് തന്നെ കണ്ടുപിടിക്കാൻ പറ്റും. അങ്ങനെ വേണമെങ്കിൽ ചിന്തിക്കാം. എല്ലാ ക്വസ്റ്റ്യനും അങ്ങനെ വരണമെന്നില്ല. ഈ ഒരു പർട്ടിക്കുലർ ക്വസ്റ്റ്യൻസിൽ ആ ക്വസ്റ്റ്യനിൽ അങ്ങനെ വന്നു എന്ന് മാത്രം. അത് നമുക്ക് ടൈം കളയാണ്ട് അവിടെ നിന്ന് ചിന്തിച്ച് വേണമെങ്കിൽ ആൻസർ ചെയ്യാൻ പറ്റും. സോ വർക്ക് ആൻഡ് ടൈം എന്ന ക്വസ്റ്റ്യൻ സെക്ഷനിലെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്. ഒരു ആൻഡ് ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ്. 5 മുതിർന്നവർ ഒരു ജോലി 3 ദിവസം കൊണ്ട് ചെയ്തു തീർക്കും. 3 കുട്ടികൾ അതേ ജോലി 5 ദിവസം കൊണ്ട് ചെയ്തു തീർക്കും. 4 മുതിർന്നവരും 2 കുട്ടികളും ഈ ജോലി ചെയ്തു തീർക്കാൻ എത്ര ദിവസം എടുക്കും? സോ നമ്മൾ നോർമലായിട്ട് ചെയ്തതിനേക്കാളും കുറച്ചും കൂടി എളുപ്പമാണ്. മറ്റേതാണെങ്കിൽ 2 പേരെ പറയായിരുന്നു അല്ലേ? 5 മുതിർന്നവർ 2 കുട്ടികളും ചെയ്യും. പിന്നെ രണ്ടാമത്തെ സെറ്റിൽ 3 കുട്ടികളും 7 മുതിർന്നവരും, അങ്ങനെ 2 സെറ്റ് തരും. എന്നിട്ടാണ് നമ്മൾ ക്വസ്റ്റ്യൻ ചോദിക്കാറ്. ഇവിടെ നമുക്ക് കുറച്ചും കൂടി ഒരു സെറ്റ് ഓഫ് ആൾക്കാർ മാത്രമേ ജോലി ചെയ്യുന്നതായിട്ട് പറയുന്നുള്ളൂ. കുറച്ചും കൂടി എളുപ്പമാണ്. എങ്ങനെയാണ് നമ്മൾ ചെയ്യാറ്? 5 മുതിർന്നവർ നമ്മൾ എൽഡർ പേഴ്സൺ എന്ന് പറയുന്ന ഇ എന്ന് കൊടുക്കുന്നുണ്ട്. 5 മുതിർന്നവരെ 3 ദിവസം കൊണ്ട് അല്ലേ? 3 ദിവസം കൊണ്ട്, അതാണ് നമ്മുടെ ഫസ്റ്റത്തെ ഇക്വേഷൻ. ഇനി 3 കുട്ടികൾ ചൈൽഡ് സി എന്ന് കൊടുത്തിട്ടുണ്ട്. 3 കുട്ടികൾ അതേ ജോലി 5 ദിവസം കൊണ്ട് ചെയ്തു തീർക്കും. സോ രണ്ടാമത്തെ ഇക്വേഷൻ നമ്മൾ ചോദിച്ചിട്ടുള്ളത് 4 മുതിർന്നവർ
2 കുട്ടികളും 4 മുതിർന്നവരും 2 കുട്ടികളും ചേർന്ന് ഇതേ ജോലി എത്ര ദിവസം കൊണ്ട് ചെയ്ത് തീർക്കും എന്നാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. എന്താണ് നമ്മൾ ഒന്നാമത്തെ ഇക്വേഷൻ കിട്ടി, രണ്ടാമത്തെ ഇക്വേഷൻ കിട്ടി. ഈ 2 ഇക്വേഷൻ നമ്മൾ എന്ത് ചെയ്യും, നമ്മൾ ഇക്വേറ്റ് ചെയ്യും. അതല്ല നമ്മൾ പറഞ്ഞത് ആൻഡ് പ്രോബ്ലം ചെയ്യുമ്പോൾ എങ്ങനെ പറഞ്ഞത് 3 കണ്ടീഷൻ ഉണ്ടാവും. എപ്പോഴും 3 കണ്ടീഷൻ തരും. മൂന്നാമത്തെ കണ്ടീഷനിലേക്ക് നമുക്ക് കണ്ടുപിടിക്കേണ്ടി വരിക. ആദ്യത്തെ 2 ഇക്വേഷൻ നമ്മൾ ഇക്വേറ്റ് ചെയ്തിട്ട് ആദ്യം എന്ത് കണ്ടുപിടിക്കും, ആ ഒരു എഫിഷ്യൻസി കണ്ടുപിടിക്കും. എഫിഷ്യൻസി കണ്ടുപിടിച്ചതിന് ശേഷം നമ്മൾ വർക്ക് കണ്ടുപിടിക്കണം. ഓക്കെ, അപ്പോൾ നമ്മൾ ഫസ്റ്റ് ഒന്നാമത്തെ ഇക്വേഷൻ രണ്ടാമത്തെ ഇക്വേഷൻ ഇക്വേറ്റ് ചെയ്യുന്നു. അപ്പോൾ ഫസ്റ്റ് ഇക്വേഷൻ എന്തായി, 5 × 3 15 എൽഡർ പേഴ്സൺ എന്ന് വരും അല്ലേ. ഈക്വൽ ടു രണ്ടാമത്തെ ഇക്വേഷൻ 3 ചൈൽഡ് × 5 ദിവസം എന്ത് വരും, 15 ചൈൽഡ്. സോ E/C ഈക്വൽ ടു എന്ത് വരും, 1/1 വേണമെങ്കിൽ 1:1 എഴുതാം അല്ലേ. അപ്പം എൽഡർ പേഴ്സൻ്റെയും ചൈൽഡിൻ്റെയും തമ്മിലുള്ള എഫിഷ്യൻസി റേഷ്യോ എന്താണ്, 1:1 ആണ്. രണ്ടുപേരും കഴിവത്രയാണ്, 1 തന്നെയാണ്. അങ്ങനെയാണെങ്കിൽ ഈ ഒരു സംഭവം നമ്മൾ ഇക്വേഷൻ 1 കൊടുക്കാം, ഇക്വേഷൻ 2 കൊടുക്കാം. 5 × 3 15 ആയിരിക്കും ടോട്ടൽ വർക്ക്. ടോട്ടൽ വർക്ക് എത്രയാണ്, 5 × 3 15. ഇനി രണ്ടാമത്തെ ഇക്വേഷനിൽ അവിടെ നിന്നുണ്ടെങ്കിൽ 3 × 5 വരും 15. എങ്ങനെയായാലും എന്ത് തന്നെയാണ്, 15 ടോട്ടൽ ജോലി നമുക്ക് ലഭിക്കും. ഇനി നമ്മൾ ചോദിച്ചിട്ടുള്ളത് 4 മുതിർന്നവരും 2 കുട്ടികളുമാണ്. സോ ടോട്ടൽ വർക്ക് കണ്ടുപിടിച്ചാൽ ടോട്ടൽ വർക്ക് ബൈ അവരുടെ എഫിഷ്യൻസി. അപ്പോൾ 4 മുതിർന്നവരുടെ എഫിഷ്യൻസി എത്രയാണ്, 4 തന്നെയാണ്. 2 കുട്ടികളുടെ ആണെങ്കിൽ 2. അപ്പോൾ 4 × 2 6, 15/6 വരും. ഇവിടെ 3 ഡിവൈഡ് ചെയ്താൽ തരും 5/2. 5/2 പറയുമ്പോൾ 2.5 ദിവസം. 2.5 ദിവസം കൊണ്ട് ചെയ്ത് തീർക്കാൻ പറ്റും. ഓക്കെ, ഇത് നമ്മൾ നേരത്തെ പറഞ്ഞ ക്വസ്റ്റൻ തന്നെയാണ്, അതുകൊണ്ടാണ് വേറെ എക്സ്പ്ലനേഷൻ ഒന്നും പറയാത്തത്. ആൻഡ് കണ്ടീഷനിലുള്ള കുറേ ക്വസ്റ്റ്യൻ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് മുൻ വീഡിയോസിൽ ചെയ്തിട്ടുണ്ട്. അത് കാണാത്തവർ അത് കണ്ടാൽ ഇത് കൃത്യമായിട്ട് മനസ്സിലാവും. അതുകൊണ്ടാണ് കൂടുതൽ എക്സ്പ്ലനേഷൻ ആയിട്ടൊന്നും പറയുന്നില്ല. പ്രീവിയസ് ക്വസ്റ്റ്യൻ ആയതുകൊണ്ടൊന്ന് പറഞ്ഞു എന്ന് മാത്രം. അതുപോലെ ഇതിന് മുമ്പേ ചെയ്ത ഓർ ക്വസ്റ്റ്യൻ ഇതുപോലെ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അതും ഡിഗ്രി ലെവൽ എക്സാമിന് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. അതുകൊണ്ട് ഇപ്പോൾ ചെയ്ത് നോക്കിയാണ്. സോ ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ വർക്ക് ആൻഡ് ടൈം എന്നുള്ള ടോപ്പിക്കിൽ പറയാനുള്ളത്. ഇതോടുകൂടി ഈ ഒരു ടോപ്പിക്ക് സമാപിക്കുകയാണ്. ഏകദേശം എല്ലാ ക്വസ്റ്റ്യൻസും നമുക്കൊരു അത്യാവശ്യം ഒരു ബേസിക് ആയിട്ടുള്ള എക്സാമിനും 10th ലെവൽ എക്സാമിനും +2 ലെവൽ എക്സാമിനും ഡിഗ്രി ലെവൽ അത്യാവശ്യമുള്ള എക്സാമിന് വരെ നമുക്ക് ആവശ്യമായിട്ടുള്ള നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട് പരമാവധി. സോ ഇത്രയാണ് ഈ ഒരു ടോപ്പിക്കിലുള്ളത്. ഇനി ഇതിനോട് അനുബന്ധിച്ചിട്ടുള്ള ഒരു ടോപ്പിക് കൂടി ബാക്കിയുണ്ട്. എക്സാക്ട്ലി വർക്ക് ആൻഡ് ടൈമിൽ നമ്മൾ എന്താണോ ചെയ്തത് അതേ സംഭവം തന്നെ പൈപ്പ് ആൻഡ് ടാങ്ക് പറഞ്ഞ ഒരു ചെറിയൊരു ടോപ്പിക് കൂടിയുണ്ട്. വർക്ക് ആൻഡ് ടൈം തന്നെയാണ് ശരിക്കും പൈപ്പ് ആൻഡ് ടാങ്കും. വർക്ക് ആൻഡ് ടൈം അറിയുന്ന ഒരാൾക്ക് സുഖമായിട്ട് ചെയ്യാൻ പറ്റും. ഒരു 2 ക്ലാസ് കൊണ്ട് ആ ഒരു ടോപ്പിക്, ഇതിൻ്റെ സബ് ടോപ്പിക് എന്ന് വേണമെങ്കിൽ പറയാം, അതും കൂടി നമുക്ക് നോക്കാനുണ്ട്. അതൊരു 2 ക്ലാസ് കൊണ്ട് തീരും. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഈ ടോപ്പിക് കംപ്ലീറ്റ് ആയിട്ട് തീർന്നു എന്ന് പറയാം. പൈപ്പ് ആൻഡ് ടാങ്കിലേക്ക് വരുമ്പം പൈപ്പാണ് എന്തെന്ന് വർക്ക് ചെയ്യുന്നത് അല്ലെ. ടാങ്കിലേക്ക് വെള്ളം നിറക്കുന്നത് പൈപ്പായിരിക്കുമല്ലോ. സോ പൈപ്പാണ് അവിടെ വർക്ക് ചെയ്യുന്നത് എന്ന് ചിന്തിച്ചാൽ എന്തായി, നമ്മളെ വർക്ക് ആൻഡ് ടൈമിലെ സെയിം പ്രോബ്ലമായി മാറി. ബാക്കി ചെയ്യുന്ന മെത്തേഡൊക്കെ എക്സാക്റ്റ് ഡിക്റ്റോ മെത്തേഡ് തന്നെയാണ്. നമ്മൾ ഇവിടെ പഠിച്ച അതേ മെത്തേഡ് തന്നെ അവിടെ അപ്ലൈ ചെയ്യുക മാത്രമേ ഉള്ളൂ. നമ്മൾ അടുത്ത ക്ലാസ്സിൽ അതിൻ്റെ ക്വസ്റ്റ്യൻസ് ചെയ്യുമ്പോൾ മനസ്സിലാവും.